നമസ്കാരം. അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ അഭിപ്രായങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. പറയുന്ന കാര്യം വിവാദമാകുന്നതാണെങ്കിൽ പറയുന്ന വേദി ഏതാണെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും പണി കിട്ടാം. ഒരുപക്ഷെ അങ്ങനെ പണി കിട്ടിയവരെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരിക സജി ചെറിയാൻ്റെ കാര്യമാകും. കേരളത്തിൽ വിവാദ പരാമർശങ്ങൾ കാരണം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട വ്യക്തിയാണ് സജി ചെറിയാൻ. ഇതിപ്പോൾ പറയാൻ കാരണം പ്രമുഖനല്ലെങ്കിലും ചിലപ്പോൾ നാക്ക് കാരണം പണി കിട്ടുമെന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഹിമാൻഷു ജാഗ്രെ എന്ന ഒരു യുവാവിൻ്റെ കഥ. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ യുവാവ് എയറിലാണ്. പ്രമുഖ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പ്രണീത് മൊറയുടെ സ്റ്റാൻഡപ്പ് കോമഡി ഷോയ്ക്കിടയിലുള്ള 370 രൂപയുടെ ബിരിയാണി പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുന്നത്. സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നത്. സംഭവം ആളിക്കത്തിയതോടെ ഹിമാൻഷുവിൻ്റെ ജോലിയും പോയി. ഇതോടൊപ്പം സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പ്രണീത് മൊറ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടി മുങ്ങുകയും ചെയ്തു. ഒരു യുവതിയുമായിട്ടുള്ള ഡേറ്റിങ്ങിനിടെ 370 രൂപയ്ക്ക് ബിരിയാണി വാങ്ങി നൽകിയതും ഇത് മുതലാക്കാൻ യുവതിയെ ലൈംഗികമായി സമീപിച്ചതുമായിരുന്നു യുവാവിൻ്റെ വെളിപ്പെടുത്തൽ. യുവാവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിച്ചു. ബിരിയാണിക്ക് 360 രൂപയോ 370 രൂപയോ ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾ വീട്ടിൽ കൊണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ വിചാരിച്ചു, ഞാൻ 370 രൂപ ചിലവാക്കിയതാണല്ലോ, അതുകൊണ്ട് എനിക്ക് തിരിച്ച് എന്തെങ്കിലും വേണമെന്ന് ഞാൻ കരുതി. ഞാൻ ചിലവാക്കിയ പണം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് ആ യുവതിക്ക് ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും അവരെ ഒരു ഇരുട്ടുള്ള പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾ ചുംബിക്കാൻ വിസമ്മതിച്ചിട്ടും നിർബന്ധിച്ച് ചുംബിക്കുകയും അവളുടെ വസ്ത്രങ്ങൾക്കുള്ളിലേക്ക് കൈ കടത്തുകയും ചെയ്തു എന്നുമായിരുന്നു സ്റ്റാൻഡപ്പ് കോമഡിയായി ഹിമാൻഷു പറഞ്ഞത്. പ്രണീത് ഉൾപ്പെടെയുള്ള സദസ്സിലുള്ള എല്ലാവരും ചിരിച്ചു. 370 രൂപ ഞാൻ ചിലവാക്കി, അത് ഞാൻ മുതലാക്കും എന്ന് ഞാൻ അവളോട് പറഞ്ഞു എന്ന ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായതും വിമർശനം ഉയരുകയും ചെയ്തത്. പ്രതിഷേധം വ്യാപകമായതോടെ യുവാവിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. വെബ് ഡെവലപ്പറായ ഹിമാൻഷുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി അദ്ദേഹത്തിൻ്റെ തൊഴിലുടമയായ സ്റ്റാർവിക് ഡിസൈൻ എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ വിവേക് വിശ്വകർമ്മയാണ് എക്സിലൂടെ സ്ഥിരീകരിച്ചത്. എന്നാൽ ഇത്തരം ഒരു സ്ത്രീവിരുദ്ധ പരാമർശം മാത്രമല്ല അവിടെ നടന്നത്. പുരുഷന്മാരെ അധിക്ഷേപിക്കുന്ന തരത്തിലും സംസാരമുണ്ടായി. പക്ഷേ കൂടുതൽ വിവാദമായത് ഇതാണെന്ന് മാത്രം. നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസർമാർക്കും രോഷം കൊണ്ടത് ഈ വൺ സൈഡ് പ്രതികരണത്തിൽ മാത്രമാണ്. പുരുഷന്മാരുടെ മൃതദേഹങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അവിടെ പ്രതികരിച്ചത് ഡോക്ടറായ ഒരു യുവതിയായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരുടെ ശാരീരിക പ്രത്യേകതകളെയും സ്വകാര്യ ഭാഗങ്ങളെയും നോക്കി തങ്ങൾ പരിഹസിക്കാറുണ്ടെന്നും അത്തരം കാര്യങ്ങൾ സുഹൃത്തുക്കളുമായി തമാശ രൂപേണ പങ്കുവെക്കാറുണ്ടെന്നുമായിരുന്നു ഡോക്ടറുടെ തുറന്നു പറച്ചിൽ. ഈ വീഡിയോ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പെട്ടെന്ന് തന്നെ വൈറലായി. ഡോക്ടർക്കെതിരെയും പ്രതിഷേധമുയർന്നു. മുംബൈ KEM ആശുപത്രിയിലെ ഡോക്ടറായ സോജൽ പവാർ എന്ന യുവതിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. കോമഡി ഷോയിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ആവേശത്തിൽ ചിന്താശൂന്യമായി സംസാരിച്ചു പോയതാണെന്നായിരുന്നു അവരുടെ വിശദീകരണം. മരണപ്പെട്ട വ്യക്തികളുടെ ശരീരത്തോട് കാണിക്കേണ്ട കുറഞ്ഞപക്ഷം മാന്യതയെങ്കിലും കാത്തു സൂക്ഷിക്കണമെന്നും ഡോക്ടർ പാലിക്കേണ്ട അടിസ്ഥാനപരമായ പ്രൊഫഷണൽ കോഡ് ഇവിടെയും പൂർണ്ണമായി ലംഘിച്ചുവെന്നും മെഡിക്കൽ രംഗത്തുള്ളവർ തന്നെ ചൂണ്ടിക്കാണിച്ചു. വിനോദത്തിന് വേണ്ടി മൃതദേഹങ്ങളെ പരസ്യമായി അപമാനിച്ച ഡോക്ടറുടെ ലൈസൻസ് റദ്ദാക്കണമെന്നവരെ ആവശ്യപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. പ്രതിഷേധം കനത്തതോടെയാണ് ഡോക്ടർ വിശദീകരണമായി രംഗത്തെത്തിയതും മാപ്പ് ചോദിക്കുന്നതും. കോമഡി ഷോയിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ആവേശത്തിൽ ചിന്താശൂന്യമായി സംസാരിച്ചു പോയെന്നും തൻ്റെ വാക്കുകൾ ആരുടെയെങ്കിലും വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നുമായിരുന്നു അവരുടെ വാക്കുകൾ. വിനോദത്തിന് വേണ്ടിയാണെങ്കിലും തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തെ ന്യായീകരിക്കുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്തായാലും ഹിമാൻഷുവിൻ്റെ പണി പോയെങ്കിലും ഇവിടെ മാപ്പ് പറഞ്ഞ് തലയൂരാൻ ഡോക്ടർക്ക് സാധിച്ചു.